ടോപ്പേഴ്സ് അക്കാദമിയിൽ 2026-27 അക്കാദമിക് വർഷത്തേക്കുള്ള +1+2 സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ക്ലാസുകളിലേക്കും 8, 9, 10 ട്യൂഷൻ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും ടോപ്പേഴ്സിന്റെ ഭാഗമാകാം. എ ഡിഫറന്റ് അപ്രോച്ച് ടു സക്സസ്. നിലമ്പൂർ നഗരസഭയിലെ ചക്കാലക്കുത്ത് വാർഡിൽ കുടുംബശ്രീ ADS തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥ പക്ഷാപാതപരമായി പ്രവർത്തിച്ചെന്ന് പരാതി. ഒരു വിഭാഗം അംഗങ്ങളെ വോട്ടെടുപ്പ് ഹാളിൽ നിന്നും പുറത്താക്കിയെന്നാണ് പരാതി. കുടുംബശ്രീ ADS തിരഞ്ഞെടുപ്പിനിടെ പ്രതിഷേധിച്ച അംഗങ്ങൾ പുറത്തുനിന്നും വാതിലിന് കുറ്റിയിട്ടതോടെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഹാളിൽ കുടുങ്ങി. ചേലശ്ശേരിക്കുന്ന് ഹൈടെക് അംഗനവാടിയിൽ 10:30-നാണ് തെരഞ്ഞെടുപ്പ് യോഗം വിളിച്ചത്. UDF അനുഭാവികൾക്കാണ് 10 മിനിറ്റ് വൈകിയെന്ന പേരിൽ പ്രവേശനം നിഷേധിച്ചതെന്നും LDF അനുഭാവികളെ ഹാളിൽ ഇരുത്തിയെന്നുമാണ് പരാതി. ഇലക്ഷന് വേണ്ടി തയ്യാറായി വന്ന് 10:30 എന്നുള്ള സമയത്ത് കയറണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാം സ്ത്രീകൾ വീട്ടമ്മമാരാണ്. പലവിധമായ കാര്യങ്ങൾ വീടുകളിൽ ഒതുക്കിയിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഞാനിന്ന് വന്നത് എനിക്ക് വടപുറത്ത് വേറൊരു ഇതുണ്ടായിരുന്നു, കുർബാന മീറ്റിങ്ങിലും ഉണ്ടായിരുന്നത് ആനുവലായിട്ട് വരുന്ന കാര്യമാണ്. അതിലെനിക്കൊരു പങ്കാളിത്തം ഉള്ളത് കാരണം പോയി അത് മുക്കാലിൽ തീർത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ആളെ വിളിച്ച് വരുത്തി വണ്ടി എടുത്തിട്ടാണ് വന്നത്. 2 പിഞ്ച് മക്കളെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് ഓട്ടോ വിളിച്ച് വന്നവരുണ്ട്. ജോലിക്ക് പോയതിൽ നിന്നും അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് വന്നവരുണ്ട്. 10:39 ആയപ്പോൾ അവരിവിടെ എത്തി തെളിവുണ്ട്. ഫോണിനകത്ത് അവർ വിളിച്ച സമയമുണ്ട് ഉള്ളിൽ കയറാൻ. ആ സമയത്ത് അവരോട് ക്ലോസ് ചെയ്തു. ഒരു 8 മിനിറ്റ് 9 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാം. ഇത് നമുക്ക് എല്ലാവരുടെയും അവകാശമാണ് ഇലക്ഷനിൽ പങ്കെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങളങ്ങനെ തീരുമാനിച്ചില്ലായിരുന്നു ഇതിൻ്റെ മുമ്പോട്ട് വരണം എന്നോ കൂട്ടത്തിൽ കൂടെ എല്ലാവരും കൂടെ അയൽക്കൂട്ടമായിട്ട് പോകണം എന്നേ ഉള്ളായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഉള്ളുകളികൾ അറിയുമ്പോൾ നമുക്കും പലതും പ്രവർത്തിക്കണം എന്ന് തോന്നുന്നുണ്ട്. ഞങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നത് കണ്ടപ്പോഴാണ് ഞങ്ങൾ വിളിച്ച് പറഞ്ഞത് ഞങ്ങളെ കയറ്റുന്നില്ല എന്നുള്ളത്. അവർ അകത്തുനിന്ന് പൂട്ടിയപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നും നമുക്കൊരു തീരുമാനം പോലെ എന്നാൽ ഞങ്ങൾ ആളുകൾ വന്നിട്ട് പുറത്തിറങ്ങിയാൽ മതി എന്നത് വെച്ചിട്ടാണ് ഞങ്ങൾ പുറത്തുനിന്ന് കൂട്ടിയത്. ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറിയെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു. സംഘർഷ സാധ്യത അറിഞ്ഞ് നഗരസഭയിൽ കുടുംബശ്രീ മൊത്തം തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥൻ സ്ഥലത്തെത്തി. പുറത്തു നിർത്തിയവരെ അകത്ത് പ്രവേശിപ്പിച്ചു. അപ്പോഴേക്കും 11 അംഗ സമിതിയിലേക്ക് പകുതിയിലധികം പേരെ തിരഞ്ഞെടുത്തിരുന്നു. ഹാളിൽ പ്രവേശിപ്പിച്ചവർക്ക് തുടർന്നുള്ള തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ അവസരം നൽകി. നേരത്തെ വന്നിരുന്നു 10:30 മണിയായപ്പോഴേക്ക് ഇവിടെ എത്തിയിരുന്നു. ഞാനൊക്കെ കയറി ഉള്ളിലിരുന്നു. പിന്നെ അപ്പോഴാണ് ഈ ഒപ്പിടാനും ഇതിനൊക്കെ വിളിച്ചത്. അതിൽ ഞാൻ ചെന്നപ്പോൾ പറഞ്ഞു ഞാൻ ഒരാൾക്ക് പകരാണ് വന്നത് പറഞ്ഞപ്പോൾ എന്നോട് ചെയ്യണ്ട, ഇവിടെ ഇരുന്നാൽ മതി, നിങ്ങൾ പുറത്തേക്ക് പോകാൻ പാടില്ല എന്നും പറഞ്ഞു. ഞാൻ അവിടെ ഇരിക്കുന്നു. അപ്പോഴാണ് ഇവർ വന്ന് വാതിൽ തുറന്നിട്ട് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, ഞങ്ങളിതിൽ വന്നു ഒപ്പിട്ട് പോയിക്കോളാം എന്നുള്ളത് പറയാൻ വേണ്ടി വന്നതാണ്. അതിൽ അവർ സമ്മതിച്ചില്ല, ഇറങ്ങിപ്പോവാനാണ്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.